വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അൺബോക്സിംഗ് ഡ്യൂഡ് ഗൈസ്. സോ ഞാൻ നേരെ കിടക്കാതെ ട്രിപ്പിന് പോവാണ്. വേറെ ഒന്നല്ല, നമ്മളെ മുഖ്യമന്ത്രിനെ കാണാൻ പോവാണ്. ഓക്കെ, നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാനുള്ള ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. നേരെ ട്രിവാൻഡ്രത്തേക്കാണ്. സോ നമ്മളെ മച്ചന്മാർ എൻ്റെ ഫ്രണ്ട്സ് കാലിക്കറ്റ് വന്നിട്ടുണ്ട്. സോ ലവന്മാരി കൂട്ടി നമ്മൾ കാറിലാണ് നേരെ പോകുന്നത്. സോ ഒരു കിടക്കാതെ വീടേക്ക് നമ്മൾ ഡ്യൂഡിനെ കൊണ്ടുപോകുന്നില്ല. ഡ്യൂഡിനെ കൊണ്ടുപോകാതെ അടിച്ച് പൊളിക്കാൻ പോവാണ് ഗൈസ്. ഓക്കെ, നമുക്ക് ലാസിയോട് ചാറ്റ പറയണം, ഡ്യൂഡിയോട് ചാറ്റ പറയണം. ഓക്കെ ലാസി ഇങ്ങോട്ടേക്ക്. കാക്ക പോട്ടെ കാക്ക ഇനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ. ലാസി കാക്ക പോട്ടെ ലാസി. എന്നിട്ട് മൈൻഡ് ചെയ്യുന്നില്ലല്ലോ. നമ്മളിതാ പോവുകയാണ് സഹോദരങ്ങളെ. ഇപ്പൊ സമയത്രായി 5:51 5:11 കൈ സോറി. ഇതപ്പോ നമ്മളെ കൂടെ നമ്മളെ അങ്ക് മച്ചാൻ അഭിഷേക് ബാബുസി ഇത് നമ്മളെ അഖിലുണ്ട്. ആരാണ് കോളിങ്ങിലാണ്. അഖിലേ ഷോ യുവർ ഫേസ്. അപ്പൊ നമ്മള് 3 കൂടിയാണ് ട്രിവാൻഡ്രത്തേക്ക് പോണത്. സോ നമ്മൾ ഡ്യൂട്ടിയെ കൊണ്ടുപോയില്ല, കാരണം വെച്ചാൽ കുറച്ച് പരിപാടികൾ കാണുന്നുണ്ട്. നമ്മൾ നേരിട്ട് CM-നെ കാണാൻ പോവാണ് കേസ്. നമ്മളോട് പറഞ്ഞതെന്ന് വെച്ചാൽ 2 മിനിറ്റ് സമയം നമുക്ക് എന്തെങ്കിലും ചോദ്യം ചോദിക്കാന്നാണ്. അപ്പൊ മുഖ്യമന്ത്രിയോട് ഞാൻ എന്ത് ചോദിക്കുന്ന എനിക്കൊരു ഐഡിയ ഇല്ല. എന്തെങ്കിലും നോക്കാം. ചിലപ്പോ ഞാൻ ചോദിക്കില്ല കേസ്. ഓക്കെ, ചിലപ്പോ ഞാൻ ചോദിക്കില്ല, ചിലപ്പോ ഞാൻ ചോദിക്കും. സോ എന്തായാലും നമുക്ക് കാണാം. എന്തായാലും അങ്ങോട്ട് പോണ വഴിക്ക് കുറെ കിടക്കായ സംഭവങ്ങളൊക്കെ നമുക്ക് കാണാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ഇപ്പൊ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. ലെറ്റ്സ് ഗോ. അങ്ങ് വിദൂരതയിലേക്ക് ഇതാക്കുന്ന ഞങ്ങൾ പോകുന്ന ഗൈസ്. അങ്ങ് വിദൂരതയിൽ നല്ല രസം കിട്ടോ കാണാൻ. ആ ലൈറ്റ് ഇങ്ങനെ വരുമ്പോ എനിക്ക് ഇതൊക്കെ ഓർമ്മ വരുന്നുണ്ട്, ഗെയിമൊക്കെ ഓർമ്മ വരുന്നുണ്ട്. RTX മോഡല് ഗെയിം കളിക്കും ഇങ്ങനെ അടിപൊളി എന്താ പറയാ ഗ്രാഫിക്സില്. ഗൈസ് നമ്മളങ്ങനെ ആലപ്പുഴ എത്തിയിരിക്കുകയാണ് ഗൈസ്. ഓക്കെ, ആലപ്പുഴ എത്തി. ഏകദേശം നമ്മള് പെട്ടെന്ന് എത്തുന്നുണ്ടല്ലേ. നമ്മൾ പെട്ടെന്ന് എത്തുന്നുണ്ട്. ഏകദേശം 3 മണിക്കൂർ നമ്മുടെ ട്രിവാൻഡ്രത്തേക്ക്. സോ അവിടെ വേറെ കുറെ യൂട്യൂബേഴ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ വേറെ കുറെ മേഖലകളിൽ പ്രമുഖരായിട്ടുള്ള ഒരുപാട് ആൾക്കാർ ഇപ്പോൾ വരുന്നുണ്ട്. സോ നമുക്ക് എല്ലാവരും മീറ്റ് ചെയ്യാം. പിന്നെ എനിക്ക് തരെ എന്താ പറയുക, CM-നോട് എന്ത് ചോദ്യമാണ് ചോദിക്കാന്നൊരു ഐഡിയ ഇല്ലുണ്ട്. ഞാൻ മിക്കവാറും സ്കിപ്പ് ചെയ്യാൻ മതിയാവും. എന്തായാലും ബാക്കി ആൾക്കാർ ചോദിക്കുന്നൊക്കെ നമുക്ക് കേൾക്കാമല്ലോ. സോ അതിനാണ് ഞാൻ മെയിനായിട്ട് പോകുന്നത്. ഓക്കെ, ചിലപ്പോ കുറച്ച് നേരത്തൊക്കെ ഞാൻ ഡ്രൈവ് ചെയ്യായിരിച്ചു. കുറെ കാലം നേരത്തെ എണീറ്റ് പുറത്തൊക്കെ ഇറങ്ങിയിട്ട് അത് കോമഡി. ഇത്രയോ കാലമായിട്ടോ ഞാൻ നേരത്തെ ഇറങ്ങി, കാരണം എങ്ങോട്ടും പോകാനൊന്നും അങ്ങനെ ഉണ്ടാവാറില്ല. ഇനി എക്സ്പേർട്ട് ഡ്രൈവിംഗാ. ഓക്കെ, എക്സ്പേർട്ട് ഡ്രൈവിംഗ് ഇത് പെർഫെക്റ്റ് പോകണല്ലോ. ഇത് നമുക്ക് ഇനി 2 മണിക്കൂറോടെ ഉള്ള നമ്മളെ ട്രിവാൻഡ്രത്തേക്ക് നമ്മളെ എന്താ പറയാ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി പ്രിയാന്ന് വേണ്ട. ഇതിപ്പോ 2 മണിക്കൂറോടെ നമ്മളെ മുഖ്യമന്ത്രിയുടെ മീറ്റപ്പിന്. ഏകദേശം അവിടെ പരിപാടി 4 മണിക്കാണ്. പക്ഷെ നമുക്ക് അതിന് മുമ്പാടത്ത് ഞാൻ ഓൾറെഡി ആദ്യം പോയാൽ നമ്മളെ M4 Tech നമ്മളെ രതീഷ് ചേട്ടനൊക്കെ ഓൾറെഡി അവിടേക്ക് വന്നിരുന്നു. ഞാൻ അവരുടെ കാറിലായിരുന്നു പോകേണ്ടത്. പക്ഷെ എനിക്ക് വീഡിയോയുടെ ഷൂട്ടിംഗ് ഉണ്ടായി, നമുക്ക് പോകാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഞാൻ നമ്മളെ ബാബുവിനെ ആക്കിയില്ല ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്തിട്ടാണ് ഞാനിപ്പോ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കണേ. അത് മാത്രമല്ല, മീറ്റിംഗ് 4 മണിക്കിട്ടാണ്. പക്ഷെ നമുക്ക് അതിന് മുമ്പേ നമ്മളെ ഗിഗ് ബോക്സിലും അവിടെയൊക്കെ പോകണം. പിന്നെ ഇതുവരെ ചായ കുടിച്ചില്ല, നേരത്തെ കുടിക്കണേ വിചാരിച്ചു. ഇവന്മാർക്ക് വിശക്കില്ലേ. ഇറ്റ്സ് ടൈം ഫോർ സം ഫുഡ് കഴിക്കാൻ സമയമായി. വേടാ, കുറെ ഹോട്ടലിൽ പോയിട്ടോ. ചില ഹോട്ടലുകളിലൊന്നും ഫുഡ് ആയിട്ടില്ല. ഇതിലെന്തായാലും ആയിണ്ടാവും, നോക്കാം. ഇതിപ്പോ ഞാനും ബാബും മസാല ദോശ, ഇവൻ ചിക്കൻ റോസ്റ്റും, പിന്നെ ദോശല്ല എന്താ പറയുക അപ്പം വെള്ളപ്പം കാര്യങ്ങളൊക്കെയാണ്. അങ്ങനത്തെ സംഭവങ്ങളാണ് നമ്മൾ ബുക്ക് ചെയ്തത്. വല്ലത് ലൈറ്റ് ആയില്ലേ, പിന്നെ ചെറിയൊരു കട്ടൻ ചായ. നമ്മുടെ ദോശ ഇവിടെ എത്തിയിട്ടുണ്ട്, മസാല ദോശ. അപ്പൊ നമ്മള് ഫുഡ് കഴിച്ചു കഴിഞ്ഞ് ബാബു സാർ, ബാബു ഈ ഡ്രൈവ് ചെയ്യാ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ് മാൻ. ഇതിപ്പോ ഫുഡൊക്കെ കഴിച്ച് എന്താ പറയാ, രാവിലത്തെ ഫുഡ് തന്നെ ആയതുകൊണ്ട് വലിയൊരു രസമൊന്നുമില്ലല്ലോ. ഹോട്ടലിന്റെ വലിയൊരു രസമൊന്നുമില്ല കേസ്. ഓക്കെ, ഒരു ആവറേജ് ഫുഡാണ്. ചായ നല്ല കഴിപ്പുള്ള ചായ ആയിരുന്നു കിട്ടിയത്, തീരെ മധുരമൊന്നും ഇല്ലായിരുന്നു. പക്ഷെ കുഴപ്പമില്ല. സ്റ്റാർട്ടിങ് തന്നെ എങ്ങനെയാണ്, ട്രിവാൻഡ്രത്തല്ല കിടക്കാച്ച് ഫുഡ് കിട്ടുന്നതാണ് പറഞ്ഞല്ലേ. നല്ല അടിപൊളി ഹോട്ടലിൽ നല്ല അടിപൊളി ഫുഡ് കഴിക്കണം എന്നാണ് നമ്മൾ താല്പര്യം. ഉച്ചകത്തെ ഫുഡ് ട്രിവാൻഡ്രത്ത് അടിച്ചു പൊളിക്കല്ലേ. സ്ലോ മോശം എടുക്കില്ല ആരും, എനിക്ക് വയ്യ. ഗൈസപ്പോ നമ്മൾ ട്രിവാൻഡ്രത്ത് എത്തി. ഇപ്പൊ ട്രിവാൻഡ്രത്ത് നമ്മൾ കോവളത്താണുള്ളത്. കാരണം എന്താ വെച്ചാൽ നമ്മളെ കുറച്ച് യൂട്യൂബേഴ്സ് ഇവിടെ എന്താ പറയാ, അവിടെ ഒരു റിസോർട്ടിലാണ് നിൽക്കുന്നത്. നമ്മളെ വില്ലേജ് ഫുഡും M4 Tech എല്ലാവരും ഇവിടെ ഉണ്ട്. സോ ഇങ്ങോട്ടുള്ള യാത്ര ഏകദേശം 6-6.5 മണിക്കൂറിൻ്റെ ഗൈസ്. 6-6.5 മണിക്കൂർ ട്രിപ്പ്. കുറച്ച് ഞാൻ ഡ്രൈവ് ചെയ്ത്, പിന്നെ കുറച്ച് നമ്മളെ ലൈഫ് സേവർ ബാബു ഡ്രൈവ് ചെയ്തൊന്നും നടക്കില്ലായിരുന്നു ഗൈസ്. ഓക്കെ, സോ അങ്ങനെ ഞങ്ങളിവിടെ എത്തി. ഇനിയിപ്പോൾ അവരൊക്കെ ഒന്ന് കണ്ടതിന് ശേഷം നമുക്ക് ബാക്കി തീരുമാനിക്കാം. അവരെല്ലാവരും നമ്മളെ CM-ന്റെ മീറ്റിങ്ങിലുള്ളതാണ്. സോ ഗൈസ് ഇപ്പോൾ മച്ചന്മാരെ നോക്കി നടക്കുകയാണ്. അവളെ റിസോർട്ട് കണ്ടുപിടിക്കാൻ കുറച്ച് പണിയല്ല, നല്ല പണിയാണ്. കാരണം ഇതിലിങ്ങനെ സൈക്കിൾ പോകുന്ന സ്ഥലമുള്ള ഇതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ റിസോർട്ട്. ഇതിലെങ്ങനെ പോയി ഓ, ഇങ്ങനെ ഞാൻ ആദ്യമായിട്ടാണ് ഗൈസ് ഒരു ബീച്ചിലേക്ക് എൻ്റർ ചെയ്യുന്നത് കേട്ടോ. പൊള്ളി.
ഗൈസ് ഒരു രക്ഷയില്ലാത്ത സംഭവം. അടിപൊളി അടിപൊളി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ് ഈ ബീച്ച്. നല്ല കളറുണ്ട്, നല്ല നീല ക്രിസ്റ്റൽ നീല വെള്ള നീല കളറ്. ഇവർ രണ്ടാളും ഇങ്ങനെ ആദ്യമായിട്ട് കണ്ടിങ്ങനെ നോക്കിക്കണേ ഗൈസ്. വാവ് അടിപൊളി അടിപൊളി. ഇവിടെ എവിടോ ആണ് റിസോർട്ട്, അത് നോക്കടാ. ഏതോ റിസോർട്ടില്ല അവിടേക്കാണ് ഗൈസ്. അങ്ങോട്ട് പോവാ. ഇതേക്കണേ ഇവിടെയാണ് ഈ റിസോർട്ടിലാണോ ഓല്? ഓ മൈ ഗോഡ്. ഇവിടുന്ന് വേണം നമുക്ക് ഇനി അങ്ങോട്ട് പോകാൻ ഗൈസ്. കുറെ പോകണ്ട ഏതായാലും. അയ്യോ പൊളിയാണല്ലോ. അയ്യോ നല്ല നല്ല ഡ്രോയിങ്സ് ഒക്കെ ഉണ്ടല്ലോ. നൈസ് 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 ഗൈസ്. നമ്മളെ എല്ലാ യൂട്യൂബേഴ്സും ഇതാ ഇവിടെയുണ്ട്. ഞാനൊന്ന് പുറത്ത് പോയി വന്നതായിരുന്നു. ഓരോരുത്തരായിട്ട് കാണിച്ചരാ. ഏയ് നമ്മളുടെ ബിഗ് സൗണ്ടിന്റെ ഉടമ. പിന്നല്ല നമ്മൾ പ്രാങ്ക് ചെയ്ത് പൊളിക്കൂലേ. രതീഷ് ആർ മേനോൻ സാർക്ക് ജയ്. ബാഗൊക്കെ അതിൽ പോകുന്നുണ്ട്. ഇതാക്കണ അടുത്ത ആളോടെ ഉണ്ട്. M4 Tech മാസ്റ്റർ. ഹായ്. വളരെ സീരിയസ് ആയിട്ടാണല്ലോ. സോറി. അതാ റോഷൻ ഭായ്. ഹായ്. The one and only ഫിറോസ്. വില്ലേജ് ഫുഡ് അതാണ് നമുക്ക് വേണ്ടത്. ഓക്കെ വില്ലേജ് ഫുഡ്. പിന്നെ നമ്മളെ സ്വന്തം മാസ്റ്റർ പീസ്. കൈയോടി മാസ്റ്റർ പീസ് ബ്ലോഗ്. മാസ്റ്റർ പീസ് പേര് നിസാർ ഭായ്. നിസാർ ഭായ് ഞാൻ പറഞ്ഞു നിസാർ ഭായ് എന്ന് പറഞ്ഞു. ഓക്കെ പിന്നെ നമ്മളെ ആദിലൂട്ടനെ അറിയാത്തവരാരുണ്ടോ? പിന്നെ നമ്മളെ ഇത് വലിയ മനുഷ്യൻ ചെറിയ വാച്ച് കിട്ടി വന്നു. കേട്ടെ വാച്ചോക്കട്ടെ. വാവ് പൊളിട്ടോ. പിന്നെ നമ്മളുടെ സ്വന്തം ഫവാസ് ഭായ്. പിന്നെ നമ്മളെ ടെക്കിന്റെ കിങ് ആയിട്ടുള്ള നമ്മളുടെ സ്വന്തം മച്ചാര്. ഒരു ഫോൺ കയ്യില്, മറ്റൊരു ഫോൺ ചെയ്യല്. എന്തൊരു ബിസിയുള്ള മനുഷ്യൻ. ഇവിടെ അങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ഒരു വ്യൂ ആട്ടോ. അല്ലാ ഇവിടെ പച്ച വെള്ളം നല്ല രസമുണ്ട്. ബിൽഡിങ്ങുകൾ കാണാൻ അടിപൊളി നല്ല വ്യൂ ഉണ്ട്. ഇതിന്റെ ഏറ്റവും മുകളിൽ പോയി നമുക്ക് കുറച്ച് നല്ല രീതിയിൽ ഇത് കാണാൻ കഴിയും. മൊത്തം കാണാൻ കഴിയും. അപ്പൊ ഇവിടെ ഒരാൾ വന്നിട്ടുണ്ട്. എന്താ പറയാ, എങ്ങനത്തെ വീഡിയോ ആയിരുന്നു ചെയ്യുന്നത്? ആ പേരെന്തായിരുന്നു? വീഡിയോ എങ്ങനത്തെ വീഡിയോ? ഡാർക്ക് സീരീസ് ആണ്. അങ്ങനെ നമ്മുടെ പേടിപ്പെടുത്തുന്ന സംഭവങ്ങളാണ്. അഫ്ലു വേൾഡ് ആണ് പേര്. സോ താങ്ക്സ് മച്ചാനെ. ഞാൻ പിന്നെ വീഡിയോസ് കാണാറുണ്ട്. പെട്ടെന്ന് പിന്നെ സീമിനോട് എന്തെങ്കിലും ചോദിക്കണം. എന്താ ചോദിക്കണേ? ഞാനൊന്നും ചോദിക്കില്ലേ. ചോദ്യങ്ങളൊക്കെ കേട്ടാ മതി. ഒരു കൂട്ടം യൂട്യൂബേഴ്സ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോ എടുത്ത് കൊടുക്കുന്നത്. ഇയാളാണ് ഇതിന്റെ മെയിൻ ആള്. ഫുൾ ടൈം ക്യാമറ ആയിട്ട് നടക്കുകയാണ്. ഞാൻ ചെറിയ സമയത്ത്. അപ്പൊ ആദിൽ ഭായ്, ഇനി അടുത്ത എക്സ്പെരിമെന്റ് ചെയ്യുന്നത്? ഇവൻ വിചാരിക്കുമാരോ അവനക്ക് ഒരുപാട് എക്സ്പെരിമെന്റ് ഫുഡൊക്കെ ഉണ്ടാക്കാനുള്ള ടീമാണ്. ഭയങ്കര. എത്ര വയസ്സായി? 23 വയസ്സ് കഴിച്ചു. അപ്പൊ പെണ്ണ് കെട്ടാനായി. നമ്മൾ അഡോപിക്സ് കഴിഞ്ഞാൽ പെണ്ണ് കെട്ടാൻ. വീഡിയോ കാണുന്ന പുതിയ കുട്ടികളുണ്ടെങ്കിൽ ഉടൻ തന്നെ ഇവനെ കോണ്ടാക്ട് ചെയ്യേണ്ടതാണ്. ഇവന്റെ എല്ലാ സംഭവം ഞാൻ കൊടുക്കട്ടോ. ഡയറക്റ്റ് മെസ്സേജ് അയച്ചിട്ട് പെണ്ണൊക്കെ ആകുമ്പോൾ സെറ്റ് ആക്കട്ടോ. ഇതിപ്പോ ഇനി ഇവിടുന്ന് നേരെ ഫുഡ് കഴിക്കാൻ വേറെ ട്രിവാൻഡ്രത്തേക്ക് പോകണം. നമ്മളിപ്പോ കോവളത്താണ്, കോവളത്ത് റിസോർട്ടിൽ. സോ ഇനി നേരെ ഇവിടെ ട്രിവാൻഡ്രത്ത് പോകണം. ഇവിടെ ഫുഡ് കിട്ടില്ല. സോ ട്രിവാൻഡ്രത്തിൽ പോയി നല്ല ഫുഡ് കിട്ടുന്ന അവിടെ തന്നെ പോകേണ്ടി വരും. ഓക്കെ എന്നിട്ട് അവിടെ നിന്നായിരിക്കും നമ്മൾ CM ആയിട്ടുള്ള മീറ്റിംഗ്. നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ ക്യാമറ കയറിയിട്ട് ഞാൻ പറഞ്ഞു എന്താ പറയുക, എങ്ങോട്ടാ പോണേ? നമ്മൾ നേരെ റെസ്റ്റോറന്റ് ഫുഡ് കഴിക്കണം. പിന്നെ മുഖ്യമന്ത്രിനെ കാണണം. മുഖ്യമന്ത്രിയെ കാണാൻ ഞങ്ങൾക്കൊക്കെ അവസരം കിട്ടില്ല. മാസ്റ്റർ പീസിന്റെ ഒരു അവസരമുണ്ട്, അൺബോക്സിംഗ് ഡൂട്ടിന്റെ അവസരമുണ്ട്. കാണാനല്ല, ക്വസ്റ്റ്യൻ ചോദിക്കാം അല്ലെ. ആ 25 ആൾക്കാരാണ് ചാൻസ് ഇട്ടിരിക്കുന്നത്. നമുക്ക് എന്താ ചോദിക്കാന്നുള്ള ക്വസ്റ്റ്യൻ അല്ല. ശരി, അവിടെ തെറ്റി. ക്വസ്റ്റ്യൻ അല്ല, നമ്മൾക്ക് അഭിപ്രായം രേഖപ്പെടുത്താനാണ്. എന്തെങ്കിലും നിർദ്ദേശങ്ങൾ യൂട്യൂബേഴ്സ് എന്നുള്ള നിലയ്ക്ക് നമുക്ക് നിർദ്ദേശം രേഖപ്പെടുത്താൻ. എന്തെങ്കിലും ഒരു സംഭവം വേണ്ടേ? ഞാൻ കുറെ ആലോചിച്ചു, എനിക്കൊന്നും കിട്ടുന്നില്ല. അപ്പൊ എന്താ പറയാ, നെക്സ്റ്റ് അൺബോക്സിംഗ് ഡൂഡ് സാലി എന്ന് വിളിക്കുന്നു. ഞാൻ അവരോ പറഞ്ഞു എന്നെ വിളിക്കണ്ടെന്ന് പറഞ്ഞു.